ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയാറില്ലേ? ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ നാളെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. ഞങ്ങൾ ഇപ്പോൾ കളിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ അവൾ നിങ്ങളോട് എന്തൊക്കെയോ പറയാൻ പോവുകയാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഗോയിങ് ടു പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം എന്ന് വെച്ചാൽ ഗോയിങ് ടുവിൻ്റെ കൂടെ വെർബ് ചേർത്ത് കഴിഞ്ഞാൽ അതിനർത്ഥമാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് എന്നർത്ഥം. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈസേമാർ ഉപയോഗിക്കണം. അതിൻ്റെ കൂടെ ഗോയിങ് ടു വെർബ് ഫസ്റ്റ് ഫോം ആണ് ചേർക്കേണ്ടത്, അത് മറക്കരുത്. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഈസ് ഗോയിങ് ടു, ആം ഗോയിങ് ടു, ആർ ഗോയിങ് ടു. ഈസ് ഗോയിങ് ടു ഉപയോഗിക്കണം സിംഗുലർ ആണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ. ഇപ്പോൾ ഷീ ആണെങ്കിലോ ഷീ, ഹി. ഓക്കെ, ഇനി അടുത്താണ് ഐ ആണെങ്കിലോ, ഐ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കണം ആം ഗോയിങ് ടു. അതുപോലെ ആർ ഗോയിങ് ടു എവിടെ ഉപയോഗിക്കാം? പ്ലൂറൽ ഫോം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ വി ആർ ഗോയിങ് ടു, ദേ ആർ ഗോയിങ് ടു. ഐ ആണെങ്കിലോ ആം ഗോയിങ് ടു. ഇനി ഷീ ഒക്കെ ആണെങ്കിലോ ഷീ, ഹി അല്ലെങ്കിൽ ഇറ്റ് ആണെങ്കിലോ അപ്പോൾ നമ്മൾ ഈസ് ഗോയിങ് ടു ഉപയോഗിക്കണം. ഷീ ഈസ് ഗോയിങ് ടു, ഇറ്റ് ഈസ് ഗോയിങ് ടു അല്ലെങ്കിൽ ഹി ഈസ് ഗോയിങ് ടു. ഇനി ഈ മൂന്നിൻ്റെയും പാസ്റ്റ് ആണ് എന്ത്? വാസ് ഗോയിങ് ടു അല്ലെങ്കിൽ വേർ ഗോയിങ് ടു. വാസ് ഗോയിങ് ടു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയായിരുന്നു. ഇപ്പം ഞാൻ പറയാണ്, കഴിഞ്ഞ മാസം എൻ്റെ അച്ഛൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയായിരുന്നു. തുടങ്ങിയിട്ടില്ല, പക്ഷേ കഴിഞ്ഞ മാസം തുടങ്ങാൻ പോവുകയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? ഈസേമാറിന് പകരം നമ്മൾ വാസ് വേർ ചേർക്കണം. ക്ലിയർ? ഇനി നമ്മുടെ ഒന്നാമത്തെ സെൻറ്റൻസ് ആണ്, ഞാൻ നാളെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അല്ലേ, ഐ ആം ഗോയിങ് ടു. എന്തായി? ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് ടുമോറോ. എന്തായി? ഐ ആം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് ടുമോറോ. ഇനി എനിക്ക് ഈ സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് പറയണം. നെഗറ്റീവ് പറയുമ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ഈസ്, ആം, ആറിൻ്റെ കൂടെ നോട്ട് ചേർക്കുക. ഈസ് നോട്ട്, ആം നോട്ട്, ആർ നോട്ട്. ഞാൻ പറയുന്നു, ഐ ആം നോട്ട് ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് ടുമോറോ. ഞാൻ നാളെ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയല്ല എന്നായി. ഇനി ചോദ്യം ചോദിക്കണം. ചോദ്യം ചോദിക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യാം? ഈസേമാറിനെ ആദ്യം കൊണ്ടുവരാം. എന്താണ്? ഈസ്, ആം, ആർ ആദ്യം പറയാം. ഇപ്പോൾ ഞാൻ പറയാണ്, അല്ല ഞാൻ നാളെ ഒരു ബിസിനസ് അല്ലെങ്കിൽ നാളെ ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയാണോ എന്ന് പറയുമ്പോൾ ആം ആദ്യം പറയാം. Am I going to start a new business tomorrow? Am I going to start a new business tomorrow? സിമ്പിൾ അല്ലേ? ഇനി എനിക്ക് പറയണം, അവൾ അടുത്ത ആഴ്ച നിങ്ങളെ കാണാൻ പോവുകയാണ്. അവൾ അടുത്ത ആഴ്ച നിങ്ങളെ കാണാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അവൾ ഷീ ആയതുകൊണ്ട് ഈസ് ഗോയിങ് ടു. ഷീ ഈസ് ഗോയിങ് ടു മീറ്റ് യു നെക്സ്റ്റ് വീക്ക്. എന്താണ്? ഷീ ഈസ് ഗോയിങ് ടു മീറ്റ് യു നെക്സ്റ്റ് വീക്ക്. ഇനി ഇതേ സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് പറയണം. ഇങ്ങനെ അവൾ അടുത്ത ആഴ്ച നിങ്ങളൊന്നും കാണാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഷീ ഈസ് നോട്ട് ഗോയിങ് ടു മീറ്റ് യു നെക്സ്റ്റ് വീക്ക്. ഷീ ഈസ് നോട്ട് ഗോയിങ് ടു മീറ്റ് യു നെക്സ്റ്റ് വീക്ക്. ഇനി നമുക്ക് ചോദ്യം ഉണ്ടാക്കാം. ഇങ്ങനെ അടുത്ത ആഴ്ച അവൾ നിങ്ങളെ കാണാൻ പോവുകയാണോ എന്ന് പറയുമ്പോൾ ഈസ് ആദ്യം പറയാം. ഈസ് ഷീ ഗോയിങ് ടു മീറ്റ് യു നെക്സ്റ്റ് വീക്ക്? ഈസ് ഷീ ഗോയിങ് ടു മീറ്റ് യു നെക്സ്റ്റ് വീക്ക്? സിമ്പിൾ അല്ലേ? ഇനി എനിക്ക് പറയണം, ഞാൻ നിങ്ങളെ ഒരു പിക്ചർ കാണിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളെ ഒരു പിക്ചർ കാണിക്കാൻ പോവുകയാണെന്ന് പറയണം. അപ്പോൾ പറയാം, യെസ് ഐ ആം ഗോയിങ് ടു ഷോ യു എ പിക്ചർ. ഇനി നമുക്ക് ടൈം ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നൗ. അതായത് യെസ് ഐ ആം ഗോയിങ് ടു ഷോ യു എ പിക്ചർ നൗ. ഐ ആം ഗോയിങ് ടു ഷോ യു എ പിക്ചർ നൗ. ഓക്കെ, ഇനി ഞാൻ പറയാണ്, ഞാൻ അല്ലെങ്കിൽ അവൾ ഒരു പുസ്തകം വായിക്കാൻ പോവുകയാണ്. അവൾ ഒരു പുസ്തകം വായിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഷീ ഈസ് ഗോയിങ് ടു റീഡ് എ ബുക്ക്. ഷീ ഈസ് ഗോയിങ് ടു റീഡ് എ ബുക്ക്. ഇതുപോലെ നമുക്ക് എത്രയും സെൻറ്റൻസുകൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇനി എനിക്ക് പറയണം, ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ നിങ്ങളെ കാണാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വി ആർ ഗോയിങ് ടു മീറ്റ് യു ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. കണ്ടോ? ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ. ഓക്കെ, വി ആർ ഗോയിങ് ടു മീറ്റ് യു ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ഇനി ഞാൻ പറയാണ്, കഴിഞ്ഞ മാസം എൻ്റെ അച്ഛൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയായിരുന്നു. എന്താണ്? കഴിഞ്ഞ മാസം എൻ്റെ അച്ഛൻ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവുകയായിരുന്നു എന്ന് പറയുമ്പോൾ
മൈ ഫാദർ അല്ലേ, മൈ ഫാദർ വാസ് ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് ലാസ്റ്റ് മന്ത്. എന്തായി? മൈ ഫാദർ വാസ് ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് ലാസ്റ്റ് മന്ത്. തുടങ്ങാൻ പോവുകയായിരുന്നു, പക്ഷെ തുടങ്ങിയില്ല. ഇനി ഇത് പറയണം, കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങാൻ പോവുകയായിരുന്നു. എങ്ങനെ പറയാം? വി വേർ. അപ്പം എന്ത് പറയണം? വേർ വേണം, പാസ്റ്റ് അല്ലേ. വി വേർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്ട് ലാസ്റ്റ് ഇയർ. വി വേർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ പ്രൊജക്ട് ലാസ്റ്റ് ഇയർ. ഇനി നിങ്ങളൊരു 6 or 7 സെൻറ്റൻസുകൾ എഴുതിയിട്ട് കമൻറ്റ് ബോക്സിലേക്ക് അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു എവരിവൺ.